വലിയൊരു ജനത്തിരക്കിലേക്ക് തൃശ്ശൂർ നഗരമാകെ തന്നെ മാറുന്നു. നമ്മളിപ്പോൾ ഉള്ള തെക്കേ ഗോപുര നടയിലാണെങ്കിൽ പോലും വലിയ തിരക്ക് അനുഭവപ്പെടുകയാണ്. എന്തായാലും നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു വൈറൽ ഗായകനായിട്ടുള്ള മനോജേട്ടൻ ചേരുകയാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം പാടിയ ഒരു പാട്ട് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചതോടുകൂടിയാണ് പഴയ ചെമ്പൈ സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥിയെക്കുറിച്ചൊക്കെ അറിയുകയും പിന്നീട് അന്ന് പഠിച്ച സഹപാഠികളടക്കം തേടിയെത്തുന്ന ഒരു നിലയിലേക്കൊക്കെ പോയത്. എന്തായാലും മനോജേട്ട, ഈ പൂരമായിട്ട് എന്താ നമുക്ക് ഈ പ്രേക്ഷകർക്ക് പറ്റിയൊരു സ്പെഷ്യൽ പാട്ടുള്ളത്? സ്പെഷ്യൽ പാട്ട് എന്ന് പറഞ്ഞാൽ പൂരമായിട്ട് പ്രത്യേകിച്ച് പാട്ടുകളെ കുറിച്ചൊന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. പക്ഷേ എങ്കിലും ആ ഒരു പാട്ടില്ലേ, കാന്താ ഞാനും പോരാ തൃശ്ശിവ പേരു പൂരം കാണാൻ, കാന്താ ഞാനും പോരാ തൃശ്ശിവ പേരു പൂരം കാണാൻ, അമ്പിളി മാമനെ കൊണ്ടുതരാലോ, ചിക്കാൻ കുരുവിയെ കൊണ്ടുതരാലോ, ചക്കട വണ്ടി സടുകുടു വണ്ടി, കാന്താ ഞാനും പോരാ തൃശ്ശിവ പേരൂർ പൂരം കാണാൻ, കാന്താ ഞാനും പോരാ തൃശ്ശിവ പേരൂർ പൂരം കാണാൻ. അത്രേ അറിയുള്ളൂ. പൂരത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പാട്ട് എന്ന് പറയും. പൂരത്തിന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ കേരളമോ കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ട് ഞാൻ തൃശ്ശൂർ പൂരം കാണാൻ വരാറുള്ളതാണ്. അതിനു മുമ്പൊന്നും വീട്ടിൽ നിന്ന് പോകാനുള്ള പെർമിഷനോ അതിന് അത്രയും സാമ്പത്തികമായിട്ടുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അന്നും നമ്മുടെ ചെറുപ്പകാലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറങ്കേണ്ടിയൊക്കെ പറക്കി പറമ്പെന്ന് വിറ്റ് കൊണ്ടുപോയി കൊടുത്തിട്ടൊക്കെയാണ് അന്ന് പടക്കം വാങ്ങലും പൊട്ടിക്കലും പൂരത്തിന് പോകാനുള്ള കാശ് സ്വരൂപിക്കലൊക്കെ അന്നത്തെ ഒരു കുട്ടിക്കാലത്തിൻ്റെ സ്വഭാവം അങ്ങനെയായിരുന്നു. പിന്നീട് കോളേജിൽ പഠിക്കാൻ വന്നതിന് ശേഷം വല്ലപ്പോഴും പിള്ളേരെ കൂടെ പൂരം കാണാൻ വരും. പിന്നെ അതിൽ പ്രോഗ്രാംസുകളായി അങ്ങനെ പല ഒരുവിധം എല്ലാ വർഷങ്ങളും ഞാനിവിടെ പൂരം കാണാൻ വരാറുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കാലങ്ങളിൽ എനിക്ക് വരാൻ സാധിക്കാറുണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനും കുറച്ച് തിരക്കിലായി. അങ്ങനെ അപ്പോൾ തൃശ്ശൂർ പൂരത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇപ്പോൾ ലോകത്തിലേക്ക് വെച്ചിട്ട് പറയാവുന്നതിലേക്ക് വെച്ചിട്ട് തന്നെ പിന്നെ ഓൾ കേരള ലെവലിൽ മാത്രമല്ല ഉള്ളതിലേക്ക് വെച്ച് പൂരങ്ങളിലേക്ക് വെച്ച് പൂരം എന്ന് പറയുന്ന അതാണ് പറയുന്ന പൂരമാണ് തൃശ്ശൂർ പൂരം. അപ്പോൾ അത് എല്ലാവരും കൂടെ നല്ല സന്തോഷത്തോടെ സമാധാനത്തോടെ സംതൃപ്തിയോടും കൂടി നമുക്കതിൻ്റെ ഐശ്വര്യങ്ങളെ വരവേൽക്കാനുള്ള എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും നമ്മുടെ കൂട്ടുകെട്ടുകളിലൂടെയും നമുക്ക് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു പൂരം കാഴ്ചവെക്കാനുള്ള എല്ലാ ശ്രമങ്ങളും